പ്രസന്ന ആത്മ ഇന്ദ്രിയ മനം, അതായത് നമ്മുടെ നല്ല മനസ്സ്, ശരീരം, ഇന്ദ്രിയം ഇതൊക്കെ ഉള്ള ആൾക്കാർ. ഈ ജീവിതശൈലി രോഗങ്ങളെ എങ്ങനെയാണ് ആയുർവേദം നോക്കിക്കാണുന്നത്? ആഹാര വിഹാരങ്ങളിലൂടെ അത് കൃത്യമായിട്ടുള്ള പഥ്യങ്ങൾ നോക്കിക്കൊണ്ടും അതുപോലെ തന്നെ എക്സസൈസുകളും വ്യായാമങ്ങളും കൃത്യമായിട്ടുള്ള ഇതുപോലെ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അവബോധം ഉണ്ടാക്കി കൊടുത്തിട്ട് അത് പാലിക്കുകയാണെങ്കിൽ നല്ലൊരു ചികിത്സ, നല്ല രീതിയിൽ നമുക്ക് ജീവിതശൈലി രോഗങ്ങളെ ക്രമീകരിക്കാൻ പറ്റും. ഒരിക്കലും ശസ്ത്രക്രിയ സർജറി എന്നുള്ളത് ഒരു അസുഖത്തിൻ്റെയും അവസാനമല്ല. അതൊരു എന്താ പറയുക, ഓരോ അവസ്ഥക്കനുസരിച്ചിട്ടാണ്. ഓസ്റ്റിയോആർത്രൈറ്റിസ്, മുട്ടുവേദന പോലത്തെ മുട്ടിൻ്റെയൊക്കെ തേയ്മാനൊക്കെ ഗ്രേഡുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ആദ്യത്തെ 2-3 ഗ്രേഡിലേക്ക് നമുക്ക് സുഖമായിട്ട് ചികിത്സകളുടെ തന്നെ ആയുർവേദ ചികിത്സകളുടെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. എത്രയോ രോഗികൾ നമുക്ക് ഇതുപോലെ പൂർണ്ണമായിട്ട് മാറിയിട്ട് പോയ ആൾക്കാരുണ്ട്. ഡോക്ടർ, ഒരു ആയുർവേദ ഡോക്ടറെ അടുത്ത് കിട്ടുമ്പോൾ ശരിക്കും എനിക്ക് ആദ്യം ചോദിക്കാൻ തോന്നുന്നത്, എൻ്റെ ഒരു അടിസ്ഥാനപരമായ അറിവ് ആയുർവേദത്തെക്കുറിച്ചുള്ളത് എന്താണ് ആയുർവേദം എന്ന ചോദ്യത്തിന് ആയുസ്സിൻ്റെ വേദമാണ് ആയുർവേദം. ഇത് കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഒന്നും അറിയില്ല. അതൊരു ജീവിതചര്യയാണെന്ന് കേട്ടിട്ടുണ്ട്, അല്ല ഒരു ചികിത്സാ മാർഗമാണെന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു വ്യക്തതയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ശരിക്കും എന്താണ് ആയുർവേദം? ആയുർവേദം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് അതിൻ്റെ സ്വസ്ഥസ്യ സ്വാസ്ഥ്യരക്ഷണം ആതുരസ്യ വികാര പ്രശമനം. അതായത് സ്വസ്ഥസ്യ സ്വാസ്ഥ്യം എന്ന് വെച്ചാൽ സ്വസ്ഥനായിട്ടുള്ള അല്ല ആരോഗ്യനായിട്ടുള്ള ഒരാളുടെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കുക. അതോടൊപ്പം തന്നെ ഒരു രോഗമുള്ള ഒരാളെ, രോഗിയുടെ ആ രോഗത്തെ മാറ്റുക, ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെ അടിസ്ഥാന തത്വം. അപ്പോൾ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ 2 കാര്യങ്ങളും വരും. അതായത് പ്രിക്കോഷനുമായി അതുപോലെ തന്നെ പ്രിവെൻഷനുമായി 2 കാര്യങ്ങൾ നമുക്ക് ഇതിൽ തന്നെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ജീവിതചര്യയാണോ? അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് രാവിലെ എഴുന്നേൽക്കുക, വെള്ളം കുടിക്കുക, അതിനുശേഷം യോഗ ചെയ്യുക, അങ്ങനെയൊക്കെ കുറേ ചര്യകൾ പറയുന്നുണ്ടല്ലോ. ആയുർവേദം അങ്ങനെ ചര്യകളിൽ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ ആയുർവേദത്തിൽ ഈ അഷ്ടാംഗഹൃദയം പോലത്തെ ബുക്കുകളിലൊക്കെ അതിൻ്റെ സൂത്രസ്ഥാനം എന്ന് പറയുന്നത് മൊത്തം ഇത് തന്നെയാണ്. അതായത് അതിൽ ഓരോ ദിവസവും നമുക്ക് ഋതുചര്യ, ദിനചര്യ, അതായത് ഓരോ ദിവസങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങൾ, രാവിലെ എഴുന്നേറ്റപ്പം തൊട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പല്ല് എങ്ങനെ തേക്കണം, അല്ലെങ്കിൽ കുളിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ്, ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ്, വ്യായാമം എങ്ങനെയൊക്കെ ചെയ്യണം, ഉറങ്ങേണ്ടത് എപ്പം, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒരു ദിവസം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ആരോഗ്യത്തിൽ കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അത് എത്ര സമയം ചെയ്യണം, എപ്പോഴൊക്കെ ചെയ്യണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഋതുവിൽ, അതായത് 6 ഋതുക്കളുണ്ട്. ഈ ഓരോ ഋതുവിലും നമ്മുടെ കാലാവസ്ഥയിൽ മാറ്റങ്ങളുണ്ടാവും. ആ മാറ്റത്തിനനുസരിച്ച് നമ്മൾ എങ്ങനെയൊക്കെ വ്യായാമം ചെയ്യണം, എങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കണം, ഓരോ ക്രിയകൾ, അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നും കൂടെ കൃത്യമായി പ്രതിപാദിച്ചിട്ടുള്ള ശാസ്ത്രമാണ് നമ്മുടെ ആയുർവേദം. ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളൊരു മഴക്കാലത്താണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അറിവിലേക്ക് വേണ്ടി, ഈ മഴക്കാലം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പനി വരുന്നു, കുഞ്ഞുങ്ങൾക്കൊക്കെ പനി വരുന്നു, രോഗങ്ങൾ, ഇതൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നത്. എങ്ങനെയെങ്കിലും ആയുർവേദ പ്രകാരം ഒരു മഴക്കാലത്ത് നമ്മുടെ ഒരു ചര്യ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് പറഞ്ഞാൽ അതെന്തായിരിക്കും? ഓൾറെഡി പറഞ്ഞ പോലെ മഴക്കാലം എന്ന് പറയുന്നത് നമ്മുടെ വർഷ ഋതു എന്നാണ് പറയുക. അതായത് ഗ്രീഷ്മ ഋതുവിന് ശേഷം, അതായത് ചൂട് കാലത്തിന് ശേഷം, സമ്മർ സീസണിന് ശേഷം വരുന്ന ഒരു സീസണാണ് മഴക്കാലം അല്ലെങ്കിൽ വർഷ ഋതു എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ അറിയാം, ചുട്ടുപൊള്ളുന്ന ഈ ഒരു വേനൽക്കാലത്ത് നിന്ന് നമ്മൾ മഴക്കാലത്തോട്ട് മാറുമ്പം അതേ വ്യതിയാനം നമ്മുടെ ശരീരത്തിലുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു സമയം നമ്മുടെ ആരോഗ്യത്തിന് കുറച്ച് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റി കുറയുന്ന ഒരു സമയം, അതുപോലെ തന്നെ നമ്മുടെ അഗ്നി എന്ന് വെച്ചാൽ വിശപ്പ് അല്ലെങ്കിൽ ദഹിക്കാനുള്ളൊരു കപ്പാസിറ്റി, ഇതൊക്കെ കുറയുന്ന ഒരു സമയമാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. മാത്രമല്ല ഈ പെട്ടെന്ന് പെയ്യുന്ന മഴ, പലപ്പോഴും വെള്ളങ്ങളൊക്കെ കെട്ടി വന്നിട്ട് ഈ സാംക്രമികമായിട്ടുള്ള രോഗങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ മഴക്കാലം. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നു. അപ്പോൾ ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു കാരണം കൂടി ഇതിൽ കൂടുതലാണ്. അപ്പം ഈ ഒരു മഴക്കാലത്ത് നമുക്കീ പറയാം കുറേ ഷിഗല്ല ഇത് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം കോളറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലത്തെ അങ്ങനത്തെ ഒരുപാട് സാംക്രമിക രോഗങ്ങൾ ഇപ്പം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല മലേറിയ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇപ്പം ചിക്കൻ പോക്സ് വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് അസുഖങ്ങൾ ഈ വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ഈ സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയണ്ട ഒരു അവബോധം കുട്ടികളിൽ അല്ലെങ്കിൽ മുതിർന്നവരിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് കൃത്യമായിട്ടുള്ള ആഹാരം, അവർ സമയത്ത് ആഹാരം കഴിക്കുക, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ച്, അത് ഈ വർഷ ഋതുവിൽ പൊതുവെ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം കൊടുക്കുക, അതുപോലെ തന്നെ ചൂടാക്കി തണിഞ്ഞ വെള്ളം മാത്രം കുടിക്കാൻ കൊടുക്കുക, ഉടുപ്പൊക്കെ ഇടുന്ന സമയത്ത് നല്ലോണം ഉണങ്ങിയ വസ്ത്രം ധരിക്കുക, ഇങ്ങനത്തെ ഒരുപാട് മോയ്സ്ചറൊക്കെ പോയതിന് ശേഷമുള്ള വസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഒരിക്കൽ നമുക്ക് കുട്ടിയൊക്കെ ജലദോഷം, പനി, ചുമയൊക്കെ വരികയാണെങ്കിൽ നമുക്കിപ്പം യൂട്യൂബിൻ്റെയൊക്കെ കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ അതൊക്കെ നോക്കിയിട്ട് ഒരു പൊടികളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് 1-2 ദിവസമൊക്കെ നമുക്ക് നോക്കാം, അത് തെറ്റില്ല. അതിന് ശേഷം വരുന്ന, എന്നിട്ടും അത് ക്യൂർ ആവുന്നില്ലെങ്കിൽ നല്ലൊരു ആരോഗ്യ ഡോക്ടറെ കാണിച്ചിട്ട് അതിന് കൃത്യമായിട്ട് രോഗനിർണയം നടത്തിയതിന് ശേഷം വല്ല ബ്ലഡ് ടെസ്റ്റോ കാര്യങ്ങളോ വേണ്ടതിന് അത് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുക്കുക തന്നെ വേണം. അതാണ് ആയുർവേദത്തിൽ നമുക്ക് പറയാം.
ഡോക്ടർ ഇത് കേൾക്കുമ്പോൾ ഒരു സംശയം, നമുക്കെല്ലാം ഒരു ധാരണയുണ്ട് പനി അല്ലെങ്കിൽ കുറച്ച് കടുത്ത രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആയുർവേദത്തിലേക്ക് പോകേണ്ട, കാരണം അത് പെട്ടെന്നൊന്നും നമുക്ക് ക്യൂറായി കിട്ടില്ല. ഇനിയിപ്പോൾ ചെറിയ ജലദോഷം, ഒരു തൊണ്ടവേദന, അതിന് കഷായം, അതൊക്കെയാണെങ്കിൽ നമുക്ക് പോകാം. ഇത് ശരിക്കും ഒരു ശരിയായ ധാരണയാണോ? ഒരിക്കലും അത് പറയാൻ പറ്റില്ല. ചില അസുഖങ്ങളുണ്ട്, നമുക്ക് നമ്മുടെ എല്ലാത്തിനും അതിൻ്റെ സയൻസിന് അതിൻ്റെ പരിമിതികളുണ്ട്. അപ്പം അലോപ്പതി ആയാലും ആയുർവേദമായാലും മറ്റുള്ള ഇതര ശാസ്ത്രങ്ങളായാലും എല്ലാത്തിനും പരിമിതികളുണ്ട്, അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒരു അസുഖം അതിനെ പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വന്നതിനെ തടയാൻ, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അത് തടയാനുള്ള ഒരു ശാസ്ത്രമാണ് നമ്മുടെ ആയുർവേദം എന്നുള്ളത്. അപ്പം ഇതൊരിക്കൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റൂട്ട് കോസ് മനസ്സിലാക്കിക്കൊണ്ട്, എന്താണ് കാരണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചികിത്സിക്കുന്നതാണ് നമ്മുടെ ആയുർവേദത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ചിലപ്പോൾ നമുക്ക് മറ്റേ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് രീതിയിൽ നമ്മളൊരു തലവേദന വന്നു അല്ലെങ്കിൽ ഒരു വേദന വന്നു, എന്തെങ്കിലും ഒരു വേദന വന്നാൽ പെട്ടെന്നൊരു പെയിൻ കില്ലർ കൊടുത്ത് വേദന മാറ്റുന്നതിനപ്പുറം അതിൻ്റെ ഒരു മൂലകാരണം കണ്ട് ചികിത്സിക്കുകയാണെങ്കിൽ ആ ഒരു മാറ്റം എന്നേക്കായിരിക്കും. ആ മൂലകാരണം മാറ്റുകയാണെങ്കിൽ, എല്ലാം നമ്മൾ സിംറ്റമാറ്റിക് ആണെങ്കിൽ അത് അപ്പം ചിലപ്പം പെട്ടെന്ന് സുഖം കിട്ടും, അടുത്ത സീസണിലോ അല്ലെങ്കിൽ അടുത്ത അതിൻ്റെ ഒരു കാരണം ഉണ്ടാകുമ്പോഴേക്കും രണ്ടാമതും ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തിയെ അടിസ്ഥാനപരമായി അറിഞ്ഞ് ചികിത്സിക്കുക, ഓരോ വ്യക്തിയും നമ്മുടെ പുരുഷസ്യ വീക്ഷ എന്നാ പറയുക. അതായത് ഓരോ മനുഷ്യന്മാർക്കും ഇപ്പോൾ ഒരു 10 രോഗികൾ ഒരേ രോഗം കൊണ്ട് വന്നു കഴിഞ്ഞാൽ 10 പേർക്ക് നമ്മുടെ ശാസ്ത്രത്തിൽ 10 ചികിത്സ ആയിരിക്കും. അത് അവരുടെ ആരോഗ്യ ബലം കൊണ്ടാവാം, അല്ലെങ്കിൽ അഭ്യൂഹന ശക്തി, ഭക്ഷണം കഴിക്കാനുള്ള കപ്പാസിറ്റി, അവരുടെ വയസ്സിനെ ബന്ധപ്പെട്ടായിരിക്കാം, അവരുടെ ഓരോ കാര്യങ്ങളും അഗ്നിയുടെ ബലം കൊണ്ടാവാം. ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പ്രകൃതി പോലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓരോരുത്തർക്കും ഓരോ ചികിത്സയായിരിക്കും നിർദ്ദേശിക്കുന്നത്. അപ്പം അതിൽ ഓരോ രോഗിയും നോക്കിക്കൊണ്ടായിരിക്കും, ഒരിക്കലും രോഗത്തെയല്ല ചികിത്സിക്കുന്നത്, ആ രോഗിയും കൂടി നമ്മൾ ചികിത്സിക്കുന്നുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ആയുർവേദത്തിൽ കേട്ടിട്ടുണ്ട് വാത പിത്ത കഫ ദോഷങ്ങൾ അതൊരു മനുഷ്യപ്രകൃതിയാണെന്നും ആ പ്രകൃതിയെ കൂടി അറിഞ്ഞിട്ടാണ് ചികിത്സ ചെയ്യുന്നതെന്നും. അത് ശരിയാണോ? അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ആയുർവേദ ചികിത്സയിൽ? തീർച്ചയായിട്ടും. അതായത് ഓരോ ആൾക്കാരുടെയും പ്രകൃതി വ്യത്യസ്തമായിരിക്കും. അതായത് നമുക്കൊരു രോഗി വരുമ്പം തന്നെ, നമ്മുടെ അടുത്ത് വരുമ്പം തന്നെ നമ്മൾ ആയുർവേദത്തിൽ നമുക്ക് ചികിത്സ അല്ലെങ്കിൽ ഒരു രോഗിക്ക് ചികിത്സിക്കുന്നതിന് മുന്നേ പരിശോധനകൾ ചെയ്യേണ്ട 3 കാര്യങ്ങളാണുള്ളത്. അതായത് ഒന്ന് ദർശനം, സ്പർശനം, പ്രശ്നം. ദർശനം മീൻസ് ആദ്യം രോഗിയെ കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, അവരുടെ രൂപഭംഗി, അവരുടെ നടത്തത്തിൻ്റെ രീതികൾ, അവരുടെ സ്കിൻ ടോണുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ദർശനത്തിൽ തന്നെ മനസ്സിലാക്കും. അത് കഴിഞ്ഞിട്ടാണ് സ്പർശനം. വന്ന് രോഗി അടുത്തെത്തി കഴിഞ്ഞാൽ നമ്മളവരെ തൊട്ട് നോക്കുന്നു, ദേഹം ചൂടുണ്ടോ, നീരുണ്ടോ, തൊട്ട് കഴിഞ്ഞാൽ വേദനയുണ്ടോ, എവിടെയൊക്കെയാണ് എന്തെങ്കിലും സ്കിന്നിന് ഡിസ്കളറേഷൻ അല്ലെങ്കിൽ ഹാർഡ്നെസ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തൊട്ട് മനസ്സിലാക്കും. അതിനുശേഷമാണ് സ്പർശനം കഴിഞ്ഞിട്ടാണ് പ്രശ്നമായി, അതായത് ചോദ്യങ്ങൾ ചോദിച്ച് അവരോട് കൂടുതൽ ഡീറ്റെയിൽസ്, അവർ ഫാമിലി ഹിസ്റ്ററി ആയിക്കോട്ടെ, അവരെടുത്ത് കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകളെ പറ്റിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ പ്രശ്നം കൊണ്ട് ചോദ്യങ്ങളിലൂടെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് നമ്മൾ എന്താണ് ഡയഗ്നോസിസ് അറിയുന്നത്. രണ്ടാമത് വരുന്നതാണ് അഷ്ടസ്ഥാന പരിശോധന. ഓരോ സ്ഥാനങ്ങൾ ജിഹ്വ, അത് നാവ് വെച്ചിട്ട്, കണ്ണ് നോക്കിയിട്ട്, മൂത്രം നോക്കിയിട്ട്, മലം നോക്കിയിട്ട്, അങ്ങനത്തെയൊക്കെ 8 സ്ഥാനങ്ങൾ വെച്ചിട്ടുള്ള പരിശോധനയുണ്ട്. അതിനുശേഷമാണ് ദശസ്ഥാന പരീക്ഷ എന്ന് പറഞ്ഞിട്ട് അതുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് പ്രകൃതി എന്ന്. വാദപ്രകൃതി രോഗങ്ങളിൽ വാദപ്രകൃതിയുള്ള മനുഷ്യന്മാരെന്ന് വെച്ചാൽ കൂടുതൽ ചലന സ്വഭാവമുള്ള, പെട്ടെന്ന് ഒരു സ്ഥലത്തും ഇരിക്കാതെ നടന്ന് കളിക്കുക. പിത്തപ്രകൃതി ആൾക്കാരെന്ന് വെച്ചാൽ നല്ല മെൻ്റലി നല്ല ഷാർപ്പായിരിക്കും, രോമങ്ങളൊക്കെ കുറവായിരിക്കും, സ്കിന്നൊക്കെ കുറച്ചും കൂടി ഗ്ലോൾ ടൈപ്പായിരിക്കും, അങ്ങനത്തെയൊക്കെ ഉള്ളതായിരിക്കും പിത്തപ്രകൃതി. കഫപ്രകൃതി എന്ന് പറയുമ്പോൾ എപ്പോഴും മന്ദിപ്പുണ്ടാവുക, അല്ലെങ്കിൽ ഒന്നിനും ഒരു ഉന്മേഷമില്ലാതെ എപ്പോഴും കിടക്കണം, ഒരു ഇതില്ലാത്ത, അതാണ് കഫപ്രകൃതി എന്ന് പറയുന്നത്. അപ്പം ഈ ഓരോ പ്രകൃതിയിലുണ്ടാവുന്ന വികൃതികൾ, അത് അതിലുണ്ടാവുന്ന ഏറ്റക്കുറച്ചിലാണ് രോഗം എന്നൊരവസ്ഥയിലോട്ട് മാറുന്നത്. അപ്പം അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആയുർവേദത്തിൽ. ആ പ്രകൃതി മനസ്സിലാക്കിയിട്ടാണ് അതിലുള്ള വ്യതിയാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ചികിത്സ നിശ്ചയിക്കുന്നത്. അപ്പോൾ ഈ ഒരു മഴക്കാലം കൂടി ആയതുകൊണ്ട് തണുപ്പ് ഏറി വരുന്ന സമയമാണ്. അപ്പോൾ ഈ വാതരോഗങ്ങൾ ഈ തണുപ്പിൻ്റെ കാലത്ത് കൂടുമെന്നും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടുമെന്ന് പറയുന്നത് ശരിയാണോ? തീർച്ചയായിട്ടും. അതായത് വാതകാലം എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ വർഷ ഋതു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ ചൂട് കാലത്ത് നിന്ന് നമ്മൾ തണുപ്പിലോട്ട് അല്ലെങ്കിൽ മഴക്കാലത്തിലോട്ട് മാറുന്ന ഒരു കാലമാണ്. അപ്പോൾ ഈ സമയത്താണ് നമ്മളെ ഇമ്മ്യൂണിറ്റി ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്, രോഗപ്രതിരോധ ശേഷി ഏറ്റവും കുറഞ്ഞ സമയമാണ്. മാത്രമല്ല ഈ തണുപ്പ് കയറുമ്പോൾ നമ്മുടെ ഓൾറെഡി ഈ വാതരോഗങ്ങൾ എന്ന് പറയുന്നത് തന്നെ എല്ലാവിധ വേദനകളെയാണ് നമ്മൾ ഈ വാതരോഗം എന്നുള്ള ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ സന്ധിവാതാവാം, ആമവാതാവാം, രക്തവാതാവാം, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഓൾറെഡി ഈ ആമവാദം പോലത്തെ കണ്ടീഷനിലൊക്കെ ആമത്വം അല്ലെങ്കിൽ നീർക്കെട്ട് പോലത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ കഫം കൂടിയൊരവസ്ഥ ഇതൊക്കെ ഉണ്ടാവും. അപ്പം ഈ വാദവും ഈ കഫവും കൂടെ കൂടിയിട്ടുണ്ടാകുമ്പം എല്ലാ രീതിയിലെ വേദനകളും കൂടുന്ന ഒരു കാലമാണ്. അപ്പം ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വേദനകളിൽ, പഴയ കാലം ചിലപ്പോൾ വേദനയാവാം, അതുപോലും കൂടിയിരിക്കുന്നത് ഈ മഴക്കാലത്തായിരിക്കും.
അപ്പോൾ പലർക്കും ഉള്ളൊരു സംശയമാണ്, നമ്മൾ ആയുർവേദത്തിലേക്ക് വന്നാൽ എങ്ങനെയാണ് അവിടെ ഒരു ചികിത്സ? ഈ വേദന ശമിപ്പിക്കുക എന്നുള്ളതാണോ, അല്ല വാദത്തിന് നമ്മൾ ചികിത്സിക്കുക എന്നുള്ളതാണോ? വാദത്തെ ചികിത്സിക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മളതിന് സിംറ്റമാറ്റിക്, ചിലപ്പം ഏറ്റവും കൂടുതൽ വേദനയുള്ള സമയത്ത് നമ്മൾ ചിലപ്പോൾ നീരൊക്കെ ഉള്ള സമയത്ത് നമ്മളതിന് രൂക്ഷമായിട്ട് ക്രിയകളാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് പഞ്ചകർമ്മയുടെ തന്നെ പൂർവ്വകർമ്മം എന്ന് പറയും. അതായത് സ്നേഹം അല്ലെങ്കിൽ രൂക്ഷമായിട്ടുള്ള നമ്മൾ ധാന്യാമളധാര പോലത്തത് അല്ലെങ്കിൽ പൊടിക്കിഴി പോലത്തെ ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ ആദ്യം നമ്മൾ സ്നേഹത്തിലോട്ട് പോകില്ല. രൂക്ഷമായിട്ടുള്ള ക്രിയകളും കർമ്മങ്ങളും ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ സ്നേഹത്തിലോട്ട് പോയിട്ട് വാദത്തെ കുറക്കുക എന്നുള്ളതാണ് നമ്മുടെ ചികിത്സാ രീതി. അതിൻ്റെ കൂടെ തന്നെ അകത്തോട്ടുള്ള മരുന്നുകളും സേവിക്കേണ്ടതാണ്. ഡോക്ടർ, ശരിക്കും എന്താണ് ഈ ആയുർവേദ പ്രകാരം ആരോഗ്യം? ഞാൻ ആരോഗ്യമുള്ള ഒരാളാണ് എന്ന് അങ്ങ് പറയണമെങ്കിൽ എന്തൊക്കെയായിരിക്കും അതിൻ്റെ ഒരു ക്രൈറ്റീരിയ? ആരെയാണ് നമുക്ക് ആരോഗ്യമുള്ള മനുഷ്യനെന്ന് പറയാൻ പറ്റുക? പ്രസന്ന ആത്മ ഇന്ദ്രിയ മനം, അതായത് നമ്മുടെ നല്ല മനസ്സ്, ശരീരം, ഇന്ദ്രിയം ഇതൊക്കെ ഉള്ള ആൾക്കാർ. അതുപോലെ തന്നെ സമദോഷം, സമാഗ്നിച്ച, സമധാതു, അതായത് നമ്മുടെ ദോഷങ്ങൾ വാദം, പിത്തം, കഫൊക്കെ ഒരു ഇക്വിലിബ്രിയത്തിൽ പോവുക. അഗ്നി അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ അഗ്നി എന്ന് പറയുമ്പോൾ ഡൈജസ്റ്റീവ് ഫയർ, ഈ നമ്മൾ ഭക്ഷണം കഴിക്കാനും ദഹിക്കാനും അതുപോലെ തന്നെ കഴിക്കാനുള്ള കപ്പാസിറ്റി, അതുപോലെ തന്നെ കൃത്യരീതിയിലുള്ള മലങ്ങളൊക്കെ കളയാനുള്ള കപ്പാസിറ്റി, ധാതുക്കൾ, സപ്തധാതുക്കളുണ്ട്. ഈ ധാതുക്കളൊക്കെ ഒരു ഇക്വിലിബ്രിയത്തിൽ പോവുക. ഇതൊക്കെ ഉണ്ടാവുകയും അതിൻ്റെ കൂടെ തന്നെ ഈ മനസ്സും ശരീരവും പ്രകൃതിയൊക്കെ ഇക്വിലിബ്രിയത്തിൽ പോവുക. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ആരോഗ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വ്യതിയാനങ്ങൾ, അതിലുണ്ടാവുന്ന എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകളാണ് നമുക്ക് പല രോഗങ്ങളിലും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു സ്വാഭാവികമായി തോന്നുന്നൊരു സംശയം, ഈ മനസ്സും ശരീരവും ഇങ്ങനെ കണക്റ്റഡ് ആണെങ്കിൽ ഒരു മനസ്സിൻ്റെ അല്ലെങ്കിൽ ചിന്താഗതിയുടെ അതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം എന്താണ് ശരിക്കും? തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ രോഗങ്ങളുടെ കാരണം തന്നെ ഈ ഫാസ്റ്റ് ലൈഫും അതുപോലെ തന്നെ എന്താ പറയുക ടെൻഷൻ, പിരിമുറുക്കം, ഈ IT ഫീൽഡിലൊക്കെ ആയിക്കഴിഞ്ഞാലും നമ്മൾ ജോബ് സ്ട്രെസ്സുകൾ, ഇതൊക്കെ പല രീതിയിലുള്ള നമുക്ക് എന്താ പറയുക ഇൻഫെർട്ടിലിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാക്കിയുള്ള നടുവേദന ആയിക്കോട്ടെ, അല്ലെങ്കിൽ പല കാര്യങ്ങളുടെയും പ്രധാന അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഈ മനസ്സിൻ്റെയും ഈ ശരീരത്തിൻ്റെയും തമ്മിലുള്ള ഒരു ഇംബാലൻസ് ആണ്. അപ്പോൾ മനസ്സ് നന്നായാലും മാത്രമേ നമ്മുടെ ശരീരം നല്ല രീതിയിലും സന്തോഷത്തോടെ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ രീതിയിലും, ഉറക്കക്കുറവുണ്ടെങ്കിൽ വേറെ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുപോലെ ഓരോ രീതിയിലും ഈ മനസ്സ് താളം തെറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആരോഗ്യം പോകും. അപ്പോൾ തന്നെ അറിയാൻ താല്പര്യമുള്ളൊരു കാര്യമാണ് ഈ ജീവിതശൈലി രോഗങ്ങളെന്ന് നമ്മൾ പറയില്ലേ, പ്രമേഹം, അതുപോലെ തന്നെ BP, കൊളസ്ട്രോൾ, ഇതൊക്കെ കൂടി വരുന്നതായും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടി വരുന്നതായും കണ്ടു. അപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങളെ എങ്ങനെയാണ് ആയുർവേദം നോക്കിക്കാണുന്നത്? അതിൻ്റെ ഒരു പരിഹാരം എങ്ങനെയാണ് ശരി? നിങ്ങൾ പറഞ്ഞ വാക്ക് തന്നെയുണ്ട്, ജീവിതശൈലി. അതായത് നമ്മുടെ നോർമലായിട്ട് നമ്മുടെ പണ്ട് മുതലേയുള്ള നമ്മുടെ പൂർവികരൊക്കെ നടത്തിക്കൊണ്ടുവന്ന ഇപ്പോൾ മീൻസ് ചുറ്റവട്ടങ്ങളിൽ നിന്ന് മാറിയിട്ട് ഇന്നത്തെ ഈ ഫാസ്റ്റ് ലൈഫ് നമ്മൾ പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളായിക്കോട്ടെ, ചെയ്യുന്ന കർമ്മങ്ങളായിക്കോട്ടെ, അമിതമായിട്ട് കഴിക്കുക, രാത്രി ഉറക്കൊഴിയുക. അപ്പം ഇപ്പോഴത്തെ ജോലിയുടെ ഭാഗങ്ങളായിട്ടൊക്കെ ആൾക്കാർ അതുപോലെ തന്നെ അണുകുടുംബങ്ങളൊക്കെ ആകുമ്പോഴും ചിലപ്പം ഭക്ഷണമൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും, അത് ഫ്രിഡ്ജ് കൊണ്ടുവെക്കും, 2-3 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് കഴിക്കുക. ഇങ്ങനത്തെയൊക്കെ വരുമ്പോഴാണ് എപ്പോഴും നമ്മുടെ ചിട്ടവട്ടങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഈവൻ രാത്രി നേരങ്ങളിൽ കുളിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പല നീർക്കെട്ടുണ്ടാക്കുകയും ഇങ്ങനത്തെ ഒക്കെ അസുഖങ്ങൾ, ഇതൊക്കെ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇപ്പം എന്താ പറയുക പ്രമേഹം ആയിക്കോട്ടെ, കൊളസ്ട്രോൾ ആയിക്കോട്ടെ, BP ആയിക്കോട്ടെ, ഇത് കുറച്ച് പാരമ്പര്യത്തിൻ്റെ റോളും കൂടി ഉണ്ട് കേട്ടോ. അല്ലാതെ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ, ഈ ജീവിതശൈലി പറഞ്ഞ ഇതുപോലത്തെ രോഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ഇത് നമുക്ക് ആയുർവേദത്തിൽ കൃത്യമായിട്ടുള്ള ആഹാര വിഹാരങ്ങളിലൂടെ, അത് കൃത്യമായിട്ടുള്ള പഥ്യങ്ങൾ നോക്കിക്കൊണ്ടും അതുപോലെ തന്നെ എക്സസൈസുകളും വ്യായാമങ്ങളും കൃത്യമായിട്ടുള്ള ഇതുപോലെ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അവബോധം ഉണ്ടാക്കി കൊടുത്തിട്ട് അത് പാലിക്കുകയാണെങ്കിൽ നല്ലൊരു ചികിത്സ, നല്ല രീതിയിൽ നമുക്ക് ജീവിതശൈലി രോഗങ്ങളെ ക്രമീകരിക്കാൻ പറ്റും. അങ്ങ് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് നമ്മളെ നിർവചിക്കുന്നതിൽ ഒരുപാട് പങ്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ സ്ഥിരം ഒരു അടി നടക്കുന്നതാണ്. അമ്മ പറയും ഈ മീൻ കഴിക്കുമ്പോൾ തൈര് കഴിക്കരുത്. അപ്പോൾ എൻ്റെ ബ്രദർ പറയും ഇതിലൊന്നും ഒരു ശാസ്ത്രീയതയില്ല, അമ്മ വെറുതെ കേട്ടോന്ന് പറയണ്ട, പോയിക്കോ, ഇതെനിക്ക് വളരെ ഇഷ്ടമുള്ള കോമ്പിനേഷനാണെന്ന് പറയും. അങ്ങ് പറഞ്ഞു പോയപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഇത്തരം കാര്യങ്ങളിൽ എന്താണ് ഇതിൻ്റെ ഒരു ശാസ്ത്രീയത എന്തെന്ന് ചോദിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഇത്തരത്തിൽ ആഹാരത്തിൽ അരുതുകളുണ്ടെങ്കിൽ അതെന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഇഷ്ടംപോലെ ഉണ്ട്. അതായത് ഇപ്പം തൈരും മത്സ്യം അല്ലെങ്കിൽ മാംസം എന്ന് പറഞ്ഞ് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പം അതിൻ്റെ പ്രോപ്പർട്ടീസ് തന്നെ മാറ്റം ഉണ്ടാകും. അതിന് അഭിഷന്ധി ഗുണം എന്ന് പറയും. അതായത് നമ്മുടെ ചാനൽസ് അല്ലെങ്കിൽ വെസൽസിനെയൊക്കെ ബ്ലോക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകും ഈ തൈരും ഈ മത്സ്യങ്ങൾ. അല്ലെങ്കിൽ തൈര് രാത്രി കഴിക്കുക, അപ്പോഴും ഈ കഫം അല്ലെങ്കിൽ കുറച്ച് കൊഴുപ്പ് കൂടിയാണ് ഈ മിൽക്ക് പ്രൊഡക്റ്റാണ് ഈ തൈര് എന്ന് പറയുന്നത്, അതും ഈ പറഞ്ഞ പോലെ ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടി. അതുകൊണ്ടാണ് ഈ ത്വക്ക് രോഗങ്ങളിലും സ്കിൻ ഡിസീസിലൊക്കെ ഈ തൈരുകൾ രാത്രി കഴിക്കാൻ പാടില്ല, തൈര് കൂട്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത്. മാത്രമല്ല ഈ തേന് പോലും
ഇപ്പോൾ പല ടൈപ്പുള്ള ഫുഡ് ഇതിലൊക്കെ നമ്മൾ തേന് ചൂടാക്കിയിട്ടൊക്കെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ തേന് ഒരിക്കലും ചൂടാക്കി കഴിക്കാൻ പാടില്ല. തേന് അതിൻ്റേതായിട്ട് രീതിയിൽ, അതെന്ന് വെച്ചാൽ നമ്മളൊരു അറിയാമെന്ന് വെച്ചാൽ ഈ പൂമ്പാറ്റയിൽ നിന്ന് കിട്ടുന്നതാണ് ഈ തേനെന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ പൂമ്പാറ്റ തന്നെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാക്കിയ ഒരു ഫുഡ് പ്രൊഡക്റ്റാണ് തേന്. അത് കുറേ മോളിക്യൂൾസൊക്കെ കൂടി അതിൻ്റേതായ രീതിയിൽ വെക്കുമ്പോഴാണ് അതിന് ഏറ്റവും കൂടുതൽ ഗുണമുള്ളത്. ചൂടാക്കുമ്പോൾ അതിൻ്റെ മോളിക്യൂൾസൊക്കെ സ്പ്ലിറ്റ് ആവുകയും അത് കൂടുതൽ എന്നുവെച്ചാൽ വിഷമുള്ള പൂക്കളിൽ നിന്നുണ്ടാവും, വിഷമില്ലാത്ത പൂക്കളിൽ നിന്നും ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ കമ്പൈൻ ചെയ്യുമ്പം ഈ തേനെന്നുള്ളത് ഈ വിഷമുള്ള പൂക്കളിൽ നിന്നും വിഷമില്ലാത്ത പൂക്കളിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത തേന് അതിന് വിഷത്വം കൂടും. ഇത് ചൂടാക്കുന്ന സമയത്ത് മോളിക്യൂൾ സ്പ്ലിറ്റ് ആവുകയും ഇത് വിഷമായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ തേന് ചൂടാക്കരുതെന്ന് പറയുന്നത്. നമ്മൾ മരുന്നുകളൊക്കെ ചേർക്കുന്ന സമയത്ത് അരിഷ്ടങ്ങളായിക്കോട്ടെ ലേഹങ്ങളിലൊക്കെ നമ്മൾ തേന് ചേർക്കുന്നുണ്ട് ചിലയിലൊക്കെ. അതൊക്കെ എപ്പോഴും തണിഞ്ഞതിന് ശേഷം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അതാണ് ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം. എല്ലാത്തിനും ഓരോന്നെടുത്ത് നോക്കിക്കാനും രാത്രി കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അമിതമായിട്ട് ഭക്ഷണം രാത്രി കഴിക്കാൻ പാടില്ല, ഇതൊക്കെ ഓരോന്നിനും എല്ലാം ശാസ്ത്രീയമായിട്ട് നമ്മളെ സംഹിതകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇത് പറയുമ്പോഴേ ഈ നമ്മൾ ചിട്ടയായി ഭക്ഷണം കഴിക്കാൻ ഒരു ക്രമം, അല്ലെങ്കിൽ നിങ്ങൾ 3 നേരം കഴിക്കൂ എന്നുള്ളതാണോ, അല്ലെങ്കിൽ ചിലർ പറയുന്നുണ്ട് ഈ 6 മണിക്ക് മുന്നേ ഭക്ഷണം കഴിക്കണം പിന്നെ കഴിക്കരുത്, അങ്ങനെ ഒരു ചിട്ടയോ ഒരു ക്രമമോ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവോ? നിങ്ങളൊരു ഗഡ് ഹെൽത്ത് കീപ്പ് ചെയ്യാൻ നിങ്ങൾക്കൊരു ക്രമം പറഞ്ഞാൽ? ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വിശക്കുമ്പം കഴിക്കുക എന്നുള്ളതാണ്. വിശന്നിട്ട് മാത്രം കഴിക്കുക. നമ്മൾ വെറുതെ സമയം നോക്കി മാത്രം കഴിക്കണമെന്നില്ല. അത് കൃത്യമായിട്ട് ഒരു 6 ഹവേഴ്സ് ഗ്യാപ്പിൽ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ രാത്രി ലേറ്റായിട്ട് കഴിക്കുക, 6 മണി എന്ന് പറയുന്ന കാരണം വെച്ചാൽ ലേറ്റായിട്ട് കഴിക്കുമ്പം അതിന് നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കുകയാണെങ്കിൽ നമുക്ക് ദഹിക്കാനുള്ള കഴിവുണ്ടാവില്ല. അപ്പം ഒരു വ്യായാമം ഉണ്ടാവില്ല അതിന് ശേഷം. അതുകൊണ്ടാണ് നേരത്തെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളത് ദഹിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കിടക്കുകയാണെങ്കിൽ ആ ഭക്ഷണം ദഹിച്ചിട്ട് ശേഷം നമുക്ക് കിടക്കാൻ പറ്റും. ലേറ്റ് നൈറ്റ് ഫുഡ് കഴിച്ചാൽ നമ്മൾ അതേപോലെ ബെഡ് പോയി കിടക്കുകയാണെങ്കിൽ ദഹിക്കാതെ കിടക്കുമ്പോൾ പിറ്റേ ദിവസം അത് ഇൻഡൈജഷൻ ആവുകയും അത് വേറെ പല അസുഖങ്ങൾക്ക് കാരണമായി മാറുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ ജീവിതശൈലി അങ്ങ് പറഞ്ഞതുപോലെ വ്യായാമം, കൃത്യമായ ഉറക്കം, അത്തരം ചിട്ടകൾക്ക് നമ്മുടെ ആരോഗ്യവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ശരിക്കും? ഇതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് കൃത്യമായിട്ടുള്ള ഉറക്കവും കൃത്യമായിട്ടുള്ള വ്യായാമവും നമ്മുടെ ആയുർവേദത്തിൽ 3 ത്രയോപസ്തംഭം എന്ന് പറയും. അതായത് നിദ്ര, അതുപോലെ തന്നെ വ്യായാമം, അതുപോലെ തന്നെ ബ്രഹ്മചര്യം മീൻസ് അതായത് സെക്ഷൽ ഇതൊക്കെ കൃത്യമായിട്ടുള്ള അളവുകളിൽ കാലം നോക്കിയിട്ടും സീസൺ നോക്കിയിട്ടൊക്കെ അതിന് ചെയ്യാൻ മനസ്സിനെ കൺട്രോൾ ആണ് ഉദ്ദേശിക്കുന്നത്. കൂടാതെ ഭക്ഷണവും അതുപോലെ തന്നെ ഉള്ളത് ആണ് ആഹാരവും. ഈ 3 എണ്ണമാണ് നമ്മൾ ത്രയോപസ്തംഭം എന്ന് പറയുന്നത്. അപ്പം ഇതാണ് 3 ഉപസ്തം മീൻസ് 3 പില്ലേഴ്സ് ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പം ഇത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് മാത്രമേ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഉണ്ടാവുള്ളൂ. അപ്പം ആഹാരത്തിലായി കഴിഞ്ഞാലും അതുപോലെ തന്നെ വ്യായാമത്തിലായി കഴിഞ്ഞാലും നിദ്രയായി കഴിഞ്ഞാലും ഇതൊക്കെ കൃത്യമായ രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആവാൻ പറ്റും. അല്ല ഇതിലൊക്കെ വ്യതിയാനം വരുമ്പം തീർച്ചയായിട്ടും രോഗാവസ്ഥയിലോട്ട് മാറുന്നതായിരിക്കും. ഇനി കുറേ പേർക്കുള്ള സംശയമാണ്, ഇപ്പോൾ ഒരു മോഡേൺ മെഡിസിനിലേക്കൊക്കെ പോയി സർജറി മാത്രമാണ് ഇനി പ്രതിവിധി എന്ന് പറയുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ മുട്ടുവേദന ആയിക്കോട്ടെ, നടുവേദന ആയിക്കോട്ടെ, ഇതൊക്കെ പിന്നീട് ആയുർവേദത്തിലേക്ക് വന്ന് അല്ലെങ്കിൽ വേദന ഇല്ലാതെ ജീവിക്കാനുള്ളൊരവസ്ഥയിലെങ്കിലും എത്തി എന്ന് കേൾക്കുന്ന കഥകൾ ഒരുപാടുണ്ട്. അത്തരം അനുഭവങ്ങൾ എങ്ങനെയാണ്? ഇത്തരം വേദനകളുമായി വരുന്ന മനുഷ്യരുണ്ടോ? അവർക്ക് എങ്ങനെയാണ് ഒരു പ്രതിവിധി? ഒരിക്കലും ശസ്ത്രക്രിയ സർജറി എന്നുള്ളത് ഒരു അസുഖത്തിൻ്റെയും അവസാനമല്ല. അതൊരു ഓരോ അവസ്ഥക്കനുസരിച്ചിട്ടാണ് ഇതിൻ്റെയൊക്കെ ആവശ്യങ്ങളുള്ളത്. ചിലപ്പോൾ ഒരു നടുവേദന പറയുകയാണെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടുണ്ടെങ്കിൽ നടുവേദന, ജസ്റ്റ് ഒരു കോൺസ്റ്റിപ്പേഷൻ കുറേ കാലം ഉണ്ടെങ്കിൽ നടുവേദന ഉണ്ടാവാം. ചിലപ്പം നമ്മൾ IT-ലൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറേ നേരം ഇരുന്നിട്ടുള്ള ജോലി പോലെയാണെങ്കിൽ ചിലപ്പം നടുവേദന ഉണ്ടാക്കാം. ചിലപ്പം അമിതമായിട്ടുള്ള എക്സസൈസ് ചെയ്തുകൊണ്ട് ചിലപ്പം നടുവേദന ഉണ്ടാവാം. ചിലപ്പോൾ ഇൻഡൈജഷൻ കൊണ്ട് നടുവേദന ഉണ്ടാകും. ചിലപ്പോൾ മൂത്രക്കല്ലുണ്ടെങ്കിൽ നടുവേദന ഉണ്ടാകും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നടുവേദന ഉണ്ടാകും. അപ്പോൾ കൃത്യമായിട്ട് രോഗനിർണയം നടത്തിയിട്ട് നമ്മൾ ചിലപ്പം അത് അവരുടെ ജീവിതശൈലി അല്ലെങ്കിൽ ആ പറഞ്ഞ പോലത്തെ ആഹാരത്തിലും അവരുടെ വിഹാരത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ പോലും നമുക്ക് നല്ല രീതിയിൽ അവരെ നടുവേദനയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അതും കഴിഞ്ഞിട്ട് ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റിൽ നോക്കുക. ഫസ്റ്റ് ഇപ്പം ഓസ്റ്റിയോആർത്രൈറ്റിസ്, മുട്ടുവേദന പോലത്തെ മുട്ടിൻ്റെയൊക്കെ തേയ്മാനൊക്കെ ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, ഗ്രേഡുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ആദ്യത്തെ 2-3 ഗ്രേഡിലൊക്കെ നമുക്ക് സുഖമായിട്ട് ചികിത്സകളുടെ തന്നെ ആയുർവേദ ചികിത്സകളുടെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. എത്രയോ രോഗികൾ നമുക്ക് ഇതുപോലെ പൂർണ്ണമായിട്ട് മാറിയിട്ട് പോയ ആൾക്കാരുണ്ട്. പക്ഷേ അത് 4th ഗ്രേഡിൽ അല്ലെങ്കിൽ ഇപ്പം ACL ടയർ അല്ലെങ്കിൽ ലിഗമെൻറ്റ് ടയറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശസ്ത്രക്രിയ അതിന് പ്രതിവിധിയുള്ളൂ. അപ്പോൾ ചില ഇതിൽ നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ എങ്കിൽ അത് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മളെപ്പോഴും ആയുർവേദത്തിൽ അല്ലെങ്കിൽ ചികിത്സയിലോട്ട് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ ഇന്നത്തെ ആൾക്കാർക്ക് അതിനുള്ള ക്ഷമയില്ലാത്ത കാരണം പലപ്പോഴും പെട്ടെന്ന് സർജറി ചെയ്ത് മാറാം എന്നുള്ള ഒരു വ്യാമോഹത്തിലാണ് ആൾക്കാർ പലപ്പോഴും സർജറിയിലോട്ട് പോകുന്നത്. ഡോക്ടർ, അങ്ങനെ ഈ കുറേ നാൾ വേറെ ചികിത്സകളൊക്കെ ചെയ്ത്
ഗത്യന്തരമില്ലാതെ നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ ചിലർ കാണുമ്പോൾ ഡോക്ടർക്ക് തോന്നുന്നുണ്ടാവും ഇവർ കുറച്ച് നേരത്തെ എത്തിയിരുന്നെങ്കിൽ. അത്തരം കേസസൊക്കെ കാണാറുണ്ടോ? പൊതുവെ ഏതൊക്കെ രോഗാവസ്ഥകളിലാണ് അങ്ങനെയൊക്കെ എത്താറുള്ളത്? അത് പറയുകയാണെങ്കിൽ ഈ വന്ധ്യത പോലത്തെ അവസ്ഥയിലൊക്കെ നമ്മൾ ആയുർവേദത്തിൽ പറയുന്നത് ഒരു നല്ലൊരു കുട്ടി ഉണ്ടാവാൻ ഋതു, ക്ഷേത്രം, അമ്പു, ബീജം എന്ന് പറയും. അതായത് ഋതു മീൻസ് നല്ല സീസണിൽ, അതുപോലെ തന്നെ ക്ഷേത്രം മീൻസ് എൻഡോമെട്രിയം അല്ലെങ്കിൽ യൂട്രസ്, അമ്പു മീൻസ് അതിനുള്ള രക്തമോട്ടം അല്ലെങ്കിൽ എന്താ പറയുക ഫ്ലൂയിഡ് കാര്യങ്ങളൊക്കെ വരും, ബീജം മീൻസ് നല്ല ക്വാളിറ്റി എഗ്ഗും സ്പേമും. ഇതാണ് വേണ്ടത്. അപ്പം ഇതിൽ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ അടുത്ത് രോഗി വരികയാണെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് ഇപ്പോൾ ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു സത്യം പറഞ്ഞാൽ വന്ധ്യതയിൽ 1 വർഷം കഴിഞ്ഞിട്ടും കുട്ടികളാവാത്തപ്പോഴാണ് നമുക്ക് ചികിത്സ വേണ്ടി വരുന്നത്. അപ്പം ആ സമയത്തും കുട്ടികളാവുന്നില്ല എങ്കിൽ നമുക്ക് അവരുടെ കൃത്യമായിട്ട് അവരോട് സംസാരിച്ചതിന് ശേഷം അവർക്ക് എന്താണ് കാരണം, ചിലപ്പം നല്ലൊരു ക്വാളിറ്റി എഗ്ഗില്ലാത്തതാവാം, അല്ലെങ്കിൽ നല്ല സ്പേം ഇല്ലാത്തതാവാം, അല്ലെങ്കിൽ എന്താ പറയുക എൻഡോമെട്രിയൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, പീരിയഡ്സിൻ്റെ PCOD പോലത്തെ അങ്ങനത്തെ വല്ല കാരണങ്ങളാവാം. ഇങ്ങനത്തെ പല കാരണങ്ങൾ കൊണ്ട് വന്ധ്യത ഉണ്ടാവാം. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിലാണെങ്കിൽ നമുക്ക് അവരോട് സംസാരിച്ചതിന് ശേഷം ഇങ്ങനത്തെ ചികിത്സ കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കൊടുക്കാൻ പറ്റും. ഈവൻ എഗ് റിസർവ് ഒക്കെ കുറവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ എഗ് റിസർവ് കൂട്ടിയതിന് ശേഷം, ഇപ്പം ഒരു കാലഘട്ടം വെച്ചാൽ ഇപ്പം എല്ലാവരും ഒരു 6 മാസം കാത്തിരിക്കുന്നു, കുട്ടികളാവുന്നില്ലെങ്കിൽ വീട്ടുകാരുടെയൊക്കെ പ്രഷർ കാരണം പെട്ടെന്ന് IUI അല്ലെങ്കിൽ IVF ഒക്കെ കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് അവിടെ എന്താ പറയുക ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും അവർ മൊത്തം തളർന്നു പോകും. അവർ ചിലപ്പോൾ 2, 3, 4 IVF ആയിട്ടും ചിലപ്പം സക്സസ് ആയിരിക്കില്ല. അപ്പം നമ്മുടെയൊക്കെ എത്തുമ്പോഴേക്കും അവർ ഇതൊന്നും വലിയ വിശ്വാസം കാണില്ല. ഇത്രയും നോക്കി, ഇത്രയും വേദന സഹിച്ചു, അല്ലെങ്കിൽ ഇത്രയും ട്രീറ്റ്മെൻറ്റ് എടുത്ത് വന്നിട്ടും ഇതിന് റിസൾട്ട് ഇല്ല എന്നുള്ള മെൻറ്റാലിറ്റി കൊണ്ടാണ് ആരുടെയെങ്കിലും പറഞ്ഞു കിട്ടുകയും ചിലപ്പോൾ നമ്മുടെ അടുത്ത് എത്തുന്നത്. അപ്പോഴത്തേക്കും ഇവരുടെ ഹോർമോണിൻ്റെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും, ഇവരുടെ ആരോഗ്യം തന്നെ ചിലപ്പം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, സമ്പത്ത് മൊത്തമായിട്ടും പോയിട്ടുണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ എത്തുമ്പോഴേക്കും നമുക്ക് ചെയ്യാൻ എന്താ പറയണ്ടേ, അവരെ വിശ്വസിപ്പിച്ചെടുക്കാൻ തന്നെ കുറച്ച് പരിമിതികളുണ്ട്. ഇങ്ങനത്തെ കേസുകളിലൊക്കെ നമുക്ക് ആദ്യമേ നമ്മുടെ എത്തുകയാണെങ്കിൽ നമുക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് തുടക്കത്തിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ, ഈവൻ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ക്വാളിറ്റി എഗ്ഗ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നല്ല സ്പേം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ ട്രീറ്റ്മെൻറ്റ് ആദ്യമേ കിട്ടുകയാണെങ്കിൽ പിന്നെ വേണമെങ്കിൽ IVF അല്ലെങ്കിൽ IUI ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് ചിലപ്പം ഒരു IVF തന്നെ ചിലപ്പം സക്സസ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, ഇപ്പം നടുവേദന ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക മുട്ടുവേദന ആയിക്കോട്ടെ, ഇങ്ങനത്തെ കേസുകളിലൊക്കെ തുടക്കത്തിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചികിത്സിക്കാനുള്ള എന്താ പറയുക ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഡോക്ടർ, ഇതെനിക്കൊരു പുതിയ അറിവായതുകൊണ്ട് ഞാൻ ഒന്നുകൂടി അതിലേക്ക് തിരിച്ചു പോവുകയാണ്. വന്ധ്യതയ്ക്ക് ആയുർവേദത്തിൽ ഇഫക്റ്റീവായിട്ടുള്ള ചികിത്സ ലഭ്യമാണ് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. അതുപോലെ തന്നെയാണ് അങ്ങ് പരാമർശിച്ചു പോയ ചില സ്ത്രീ സഹജമായ പ്രശ്നങ്ങൾ, അതായത് PCOD, PCOS, അത്തരം ബുദ്ധിമുട്ടുകളെ ആയുർവേദം അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. എങ്ങനെയാണ് അതിൻ്റെ ഒരു ചികിത്സാവിധി? കുറേ നാളെടുക്കേണ്ടി വരുമോ? കുറേ നാൾ ഞാൻ ചികിത്സിക്കേണ്ടി വരുമോ? എന്താണ് അതൊന്നും? PCOD, PCOS എന്നൊക്കെ പറയുന്നത് തന്നെ പല കാരണങ്ങളുണ്ട്. അത് ഈ പറഞ്ഞ പോലെ അവരുടെ ഹെറിഡിറ്ററി കാരണങ്ങളാവാം. രണ്ടാമത് അവരുടെ ജീവിതശൈലി, ഇതൊക്കെ പറഞ്ഞത് PCOD ഒക്കെ പറഞ്ഞത് ജീവിതശൈലി രോഗം തന്നെയാണ്. അപ്പോൾ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ട് ചിലപ്പോൾ ഒബീസിറ്റി, അമിതവണ്ണാവാം, ചിലപ്പം ഇൻസുലിൻ ഇതായിട്ടുള്ള പ്രശ്നങ്ങളാവാം. അപ്പോൾ അങ്ങനത്തെ പല കാരണങ്ങളുണ്ട്. ഒന്ന് കൃത്യമായിട്ട് നമ്മൾ പരിശോധിച്ചതിന് ശേഷം അവരുടെ എന്താണ് രോഗം എന്ന് അനാലിസിസ് ചെയ്തും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ചിലപ്പം ഈവൻ ഫോർ സിമ്പിളായിട്ടുള്ള ചിലപ്പം ബ്ലഡ് കുറവുകൊണ്ട് പോലും നമുക്ക് അനീമിയ പോലും എന്താവാം, ഈ പീരിയഡ്സ് ആവാതിരിക്കാം. അപ്പം ഇങ്ങനത്തെ പല കാരണങ്ങൾ കൊണ്ട് പീരിയഡ്സ് കറക്റ്റ് ആവാതിരിക്കാം. പിന്നെ PCODക്ക് നമുക്ക് ഓരോ അവസ്ഥയ്ക്ക് ഇപ്പം ലീൻ PCOD ഉണ്ട്, ഒബീസ് PCOD, മെലിഞ്ഞാളിലും കാണാം. ഈ തടിച്ച ആൾക്കാരിൽ PCOD മാറ്റാൻ കുറച്ചും കൂടി എളുപ്പമാണ്. കഴിഞ്ഞാൽ ലീൻ PCOD ആണെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. ഡോക്ടർ, ഇനി ഡോക്ടർ ജീവനത്തിലെ ഡോക്ടറാണെന്നറിയാം. അപ്പോൾ എനിക്കറിയാൻ താല്പര്യമുണ്ട്, അങ്ങയുടെ അടുത്തേക്ക് വന്നിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട് തന്നെ ആയിക്കോട്ടെ, അങ്ങയുടെ അടുത്തേക്ക് വന്നിട്ട് വലിയ റിസൾട്ട് ഉണ്ടായി, അല്ലെങ്കിൽ അങ്ങയുടെ ഒരു ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കേസോ ഒരു ഓർമ്മയോ അങ്ങനെ പറയാനുണ്ടാവോ? പർട്ടിക്കുലർ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കേസുകളുണ്ട്. അതിലിപ്പം പെട്ടെന്ന് ഓർമ്മ വരുന്നത് വെച്ചാൽ കോവിഡ് കാലത്ത് ഒരാൾക്ക് പക്ഷാഘാതം വന്നിട്ട് നമ്മൾ കണ്ണൂരിൽ ഒരാൾക്ക് 60 വയസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പം കോവിഡ് വന്നിട്ട് ശേഷം പാരാലിസിസ് ആവുകയും അതുപോലെ തന്നെ 3-4 വർഷം കംപ്ലീറ്റ് ബെഡിനായിട്ട് അലോപ്പതി ഹോസ്പിറ്റലിലും പല ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയുണ്ടായി. ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. പിന്നെ ഈ അടുത്ത് വന്ന് നമ്മുടെയൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും 21 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ വീൽ ചെയറിൽ വന്നൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം നല്ല ആരോഗ്യമായിട്ട് തിരിച്ച് നടന്നിട്ട് തന്നെയാണ് പോയത്. വളരെ സന്തോഷമുണ്ടാക്കിയ ഒരു അനുഭവമായിരുന്നു. അത് വലിയൊരു അറിവാണ് ഡോക്ടർ. കാരണം നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഒരു സ്ട്രോക്കൊക്കെ വന്ന് കിടപ്പായി പോയാൽ ജീവിതകാലം മുഴുവൻ ബെഡ് റിഡൻ ആണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു പൊതുധാരണ. അത് ശരിക്കും എല്ലായ്പ്പോഴും അത് തിരുത്താൻ പറ്റാറുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എങ്ങനെയാണ് വരിക? എല്ലായ്പ്പോഴും എന്ന് പറയാൻ പറ്റും. നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിലാണെങ്കിൽ
നല്ലൊരു റിക്കവറി ഉണ്ടാവാറുണ്ട്. പക്ഷേ എങ്കിൽ കുറച്ചും കൂടെ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പല രീതിയിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ മാറ്റിയെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏത് സ്റ്റേജിൽ ഡോക്ടറെ അടുത്തേക്ക് കിട്ടിയാൽ ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക്, അതായത് അടുത്ത ഈ കൈകളുടെയും ബാക്കി കാലുകളുടെയൊക്കെ ഈ എന്താ പറയുക അവരുടെ നോർമൽ പോസ്ചറൊക്കെ മാറുന്നതിന് മുന്നേ എത്തുകയാണെങ്കിൽ നമുക്ക് റീഹാബിലിറ്റേഷനും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല മാറ്റം ഉണ്ടാവും. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെ കേട്ടിട്ടുണ്ട് ഈ പാർക്കിൻസൺസ് രോഗം, ഡിമെൻഷ്യ, അങ്ങനെ വയസ്സായി ഈ ശരീരത്തിൻ്റെ ചലനങ്ങളെയൊക്കെ ബാധിക്കുന്ന രോഗങ്ങളുമായി വന്ന് ഒരുപാട് വ്യത്യാസം ആയുർവേദത്തിൽ വരാറുണ്ട് എന്നുള്ളത്, അത് ശരി തന്നെയാണോ? കിട്ടാറുണ്ട്. അതും ഈ പറഞ്ഞ പോലെ അതൊക്കെ നമുക്കൊരു സ്റ്റേജ് മാറി കൂടുതൽ പുരോഗമിച്ച് കഴിഞ്ഞാൽ അതിന് റിസൾട്ട് കുറവാണ്. ഇനീഷ്യൽ സ്റ്റേജിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റാറുണ്ട്. ഓക്കെ, ഇനി ഇതുപോലെ ഇപ്പോൾ ആൾക്കാർ കുറേ ഓപ്റ്റ് ചെയ്യുന്നതാണ് സ്ട്രെസ്സോ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ റീജുവനേഷൻ തെറാപ്പികൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അത് ശരിക്കും വെറും ബിസിനസ് തന്നെയാണോ? അല്ല, നിങ്ങൾ ഈ റീജുവനേഷൻ പാക്കേജൊക്കെ എടുക്കുന്നത് ഗുണകരമാണ് എന്നാണ് അങ്ങനെ ഒരു ഒപ്പീനിയൻ എന്താണ് ശരിക്കും? ആയുർവേദത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യം ഉള്ള ഒരാളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു അടിസ്ഥാന തത്വമാണ്. അതായത് ഒരു വർഷകാലത്തിൽ അല്ലെങ്കിൽ ഈ വാതരോഗങ്ങളൊക്കെ വരുന്നതിന് മുന്നേ നമുക്ക് ഒരു പ്രിക്കോഷൻ എന്ന രീതിയിൽ നല്ല രീതിയിൽ ഒരു ഡോക്ടറെ കണ്ട് ഈ പാക്കേജ് മീൻസ് അല്ലാതെ ഈ ട്രീറ്റ്മെൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ ഇന്ന് നമുക്ക് ഈ ഫാൻസി ലോകത്ത് ഒരുപാട് രീതിയിലുള്ള പരസ്യങ്ങൾ കാണാം. ഇന്ന പാക്കേജുകൾ അല്ലെങ്കിൽ ഇന്ന കിഴികൾ, ഇന്ന മസാജുകൾ എന്നും പറഞ്ഞിട്ട് പാക്കേജ് ഇത്ര ദിവസം ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പറ്റും. ആ രീതിയിലോട്ട് പോകുമ്പോൾ എന്താ വെച്ചാൽ ആൾക്കാരുടെ ശരീരം അല്ലെങ്കിൽ അവരുടെ അവസ്ഥ മനസ്സിലാക്കാതെ എല്ലാവർക്കും ഒരേപോലത്തെ ചികിത്സ കൊടുക്കുമ്പം അത് എന്തായാലും രോഗം കൂട്ടുകയുള്ളൂ. അത് ഭാവിയിൽ അത് ബുദ്ധിമുട്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും ഇങ്ങനത്തെ ചികിത്സകൾ നമ്മൾ പാക്കേജിൻ്റെ പുറകെ പോകാതെ രോഗിയെ മനസ്സിലാക്കിയിട്ട് അവരുടെ പ്രകൃതിക്കും ദോഷമൊക്കെ നോക്കിയിട്ട് അവർക്കായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ എനിക്കൊരു രോഗം ഒന്നുമില്ല ശരിക്കും, പക്ഷേ ഞാൻ പറയുകയാണ് എനിക്കുള്ള ആരോഗ്യം എനിക്ക് സംരക്ഷിക്കണം, അതിനുവേണ്ടി എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞ ഒരാൾ അങ്ങയുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ അത് എങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും, എന്തായിരിക്കും അവരോട് തിരിച്ചു പറയുക? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ദർശനം സ്പർശനം എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ അവരെ കാണുമ്പോൾ നമുക്ക് അവരുടെ പ്രകൃതിയെ അനലൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ രോഗം അല്ലെങ്കിൽ മുമ്പ് ഉണ്ടായത് അവരെ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് അവരെ ഹെറിഡിറ്ററി അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് വന്നുകൊണ്ടുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ജോലിയുടെ രൂപം അല്ലെങ്കിൽ അവർ വ്യായാമത്തിൻ്റെ രീതികൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് നോർമലായിട്ടുള്ള അവരെ ഇപ്പം വെറുതെ ഇരിക്കുന്ന ഒരു വീട്ടമ്മയാണെങ്കിൽ അവർക്ക് ചിലപ്പം ബ്ലഡ് സർക്കുലേഷൻ കുറവായിരിക്കും, ചിലപ്പോൾ ഒബീസായിരിക്കും. അപ്പം അതിന് കണക്കാക്കി അവരുടെ എന്താണോ അവരുടെ ഒരു പ്രകൃതി നോക്കിയിട്ടാണ് നമ്മൾ അല്ലാണ്ട് ചികിത്സ തീരുമാനിക്കുന്നത്. അല്ലാണ്ട് എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻറ്റ് ഒരു കാരണവശാലും നമുക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആയുർവേദത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ചില ചികിത്സാ രീതികൾ നമുക്ക് സാധാരണക്കാർക്ക് അറിയാം. കിഴിയിടുന്നു, ഉഴിച്ചിലിന് പോകുന്നു, ഇതൊക്കെയാണ് അറിയുക. ചില ചികിത്സാ വിധികൾ അത് നമുക്കൊന്ന് പരിചയപ്പെടുത്താമോ? ആയുർവേദത്തിൽ ചികിത്സാ രീതികളെന്ന് വെച്ചാൽ അപ്പോഴും ഞാൻ പറയുന്നത് വെച്ചാൽ അവരുടെ ജീവിതചര്യകൾ അല്ലെങ്കിൽ അവരുടെ എന്തൊക്കെയാണ് അവരുടെ ഡെയിലി റൂട്ടീൻ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അവരൊരു ചികിത്സ നമുക്ക് നിശ്ചയിക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ഒരേ ചികിത്സ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം അവർ നല്ലോണം ആക്ടിവിറ്റീസൊക്കെ ഉള്ള നല്ലോണം ഫിസിക്കൽ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ചിലപ്പം എന്താ പറയുക അവിടെ ഇവിടെയൊക്കെ നീർക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ രൂക്ഷകർമ്മങ്ങളായിട്ടുള്ള ഈ എന്താ പറയുക സ്വേദനങ്ങൾ, അതായത് ധാരകൾ പോലത്തത്, ഡ്രൈ ആയിട്ടുള്ള കിഴികൾ, അതൊക്കെയാണ് ആദ്യം ചെയ്യുന്നത്. രൂക്ഷണം മാറി അവർക്ക് കുറച്ച് എന്താ പറയുക നീരൊക്കെ പോയതിന് ശേഷമാണ് നമ്മളെപ്പോഴും സ്നേഹകർമ്മം അല്ലെങ്കിൽ ഈ ഓയിൽ തെറാപ്പികൾ, അതിലാണ് നമ്മൾ ഈ എണ്ണക്കിഴികൾ കാര്യങ്ങൾ, ഇലക്കിഴികൾ, പൊടിക്കിഴി, പിഴിച്ചൽ, ഉഴിച്ചൽ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് നെക്സ്റ്റ് സ്റ്റേജായിട്ട് നമ്മൾ ചെയ്യും. അപ്പോഴത്തേക്കും അവരുടെ രക്തഓട്ടം കാര്യങ്ങളും കൃത്യമാവാനും നീര് പോകാനും അവരുടെ ഒരു നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടാൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇത് പലർക്കും സംശയം ഉണ്ടാവും, ഇത് ഞാൻ ജീവിതകാലം മുഴുവൻ ചെയ്യണോ, എത്ര കാലം എടുക്കണം, എങ്ങനെയാണ് അതിൻ്റെ? നമ്മുടെ സാധാരണ നമ്മളെല്ലാത്തിനും മെയിൻ്റെനൻസ് ചെയ്യാറുണ്ട്. നമ്മുടെ എന്താ പറയുക വണ്ടി ആയിക്കോട്ടെ, വീടായിക്കോട്ടെ, ബാക്കി എല്ലാ കാര്യത്തിനും ഒരു ആനുവൽ മെയിൻ്റെനൻസ് ഇത് ചെയ്യാറുണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസ് അനുസരിച്ച് നമ്മുടെ ശരീരം നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് അതിന് ചെറിയ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങും. അത് മിക്കവാറും വർഷത്തിലൊക്കെ കാണിച്ചു തുടങ്ങും എവിടെ വേദനയൊക്കെ ആയിട്ട്. ആ സമയത്താണ് ഏറ്റവും നല്ല ഒരു സമയം എന്ന് പറയുന്നത്. ഇത് പറഞ്ഞു തുടങ്ങുമ്പോഴേ നമ്മൾ ഈ ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ അത് അവഗണിച്ച് ചിലപ്പോൾ ഒരു വലിയ പ്രശ്നമാകുമ്പോഴായിരിക്കും ഡോക്ടറെ അടുത്തെത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സാധാരണഗതിയിൽ ഒരു 40കളിലേക്കൊക്കെ അടുക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരം കാണിക്കുന്ന എന്തൊക്കെ ലക്ഷണങ്ങൾ നിങ്ങൾ അവഗണിക്കരുത്, ഇതൊക്കെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യണം എന്ന് പറയാനുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും?
അപ്പോഴും അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായിരിക്കും. സാധാരണ ഒരു 40-ന് ശേഷമൊക്കെയാണ് ഈ ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുന്നത് രണ്ടുപേർക്കും ഉണ്ടാകുന്നത്. അതായത് ഈ പ്രമേഹം പോലത്തെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ BP പോലത്തെ ആയിക്കോട്ടെ, അതൊക്കെ കുറേ പാരമ്പര്യം ഉണ്ടെങ്കിൽ കൂടെ ചിലപ്പോൾ നമ്മൾ ചെറുപ്പത്തിലേ നമ്മൾ ആക്റ്റീവായിട്ട് ഫിസിക്കൽ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സർസൈസ് അല്ലെങ്കിൽ വർക്കുകൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതൊക്കെ അങ്ങ് കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അല്ല നമ്മൾ അത് അവഗണിച്ചുകൊണ്ട് പിന്നെയും കൂടുതൽ മധുരം കഴിക്കുക അല്ലെങ്കിൽ പിന്നെയും വ്യായാമം ചെയ്യാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ 40കളിലാണ് ഏറ്റവും കൂടുതൽ ലക്ഷണങ്ങൾ വരുന്നത് കാണിച്ചു വരുന്നത്. ഫസ്റ്റ് തുടങ്ങുകയാണെങ്കിൽ ഇവൻ കണ്ണിൻ്റെ 40ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് കണ്ണിന് കാഴ്ച റീഡിങ് കപ്പാസിറ്റി കുറയാന്നുള്ളതാണ്. അതുകൂടാതെ തന്നെയാണ് മറ്റുള്ള ഈ അമിതമായിട്ടുള്ള ദാഹം വരിക, സമയത്ത് 1 മണിക്ക് 1:30 മണിയാകുമ്പോൾ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ മൊത്തം ഒരു വെപ്രാളം വരിക, ആദി വരിക, ഇതൊക്കെ ഷുഗറിനുള്ള ലക്ഷണങ്ങളാണ്. ഇത് ഓൾമോസ്റ്റ് എന്താ പറയുക നിയർ ടു നമ്മൾ ഡയബറ്റിക് ആയെന്നില്ല, പ്രീ ഡയബറ്റിക് എന്ന് പറയും, ഈ ഒരു സ്റ്റേജിലോട്ട് പോയിക്കൊണ്ടിരുന്ന അവസ്ഥയാണ്. പിന്നെ അതുപോലെ തന്നെ സ്ത്രീകൾ പറയുകയാണെങ്കിൽ 40-ന് ശേഷമാണ് ഈ പീരിയഡ്സ് ബന്ധപ്പെട്ടുള്ള പല അസുഖങ്ങൾ ഉണ്ടാകുന്നത്. ഈ മെനോപോസൽ സിൻഡ്രോം അല്ലെങ്കിൽ കൂടുതൽ പെട്ടെന്ന് ദേഷ്യം വരിക, അധികമായിട്ടുള്ള ഉത്കണ്ഠ ഉണ്ടാവുക, പെട്ടെന്ന് ദേഷ്യം വരിക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് 40-കൾക്ക് ശേഷമാണ്. അപ്പം അതിനും കൃത്യമായിട്ടുള്ള എന്താ പറയണ്ടേ മരുന്നുകളും അതുപോലെ തന്നെ വ്യായാമങ്ങളും അത് ചെയ്യുകയാണെങ്കിൽ അതും കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ലക്ഷണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ വിടുകയാണെങ്കിൽ ഭാവിയിൽ ഇത് കൂടി വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ ഡോക്ടർ പറയുന്നത് ഈ ഉത്കണ്ഠ, ചില ആശങ്കകൾ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ഈ വൈകാരികമായ അവസ്ഥകളെന്ന് നമ്മൾ വിചാരിക്കുന്നതിനെ ആയുർവേദം അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതായത് നേരത്തെ പറഞ്ഞ ഹോട്ട് ഫ്ലഷസ് പോലത്തെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പെട്ടെന്നുള്ള ഉത്കണ്ഠ, ഈ ആകാംക്ഷ, അതൊക്കെ പറഞ്ഞത് നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് വീണ്ടും അതൊരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആവാം. ചിലപ്പോൾ അതൊരു കുടുംബത്തിൽ തന്നെ പല രീതിയിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ അതൊരു വേറെ തലങ്ങളിലേക്കുള്ള അവസ്ഥകളിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അപ്പം അത് ആ സമയത്ത് ചികിത്സിക്കുകയാണെങ്കിൽ അപ്പോൾ അത് മെൻ്റൽ ഡിപ്രഷൻ അല്ലെങ്കിൽ എന്താ പറയണ്ടേ ഒരു ഏകാഗ്രത കുറവ്, അവരെ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, കുട്ടികളോട് പോലും പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അത് ഫാമിലി മൊത്തം ഒരു ബുദ്ധിമുട്ടുന്ന രീതിയിലാണ്. അപ്പോൾ അതൊക്കെ വേറെ രീതിയിൽ അസുഖങ്ങളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇത് പറയുമ്പോഴും പലർക്കും ഉണ്ടാകുന്ന ഒരു ആശങ്ക, ഇത് ആയുർവേദം ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും എന്തെങ്കിലും ലേഹ്യം കുടിക്കുകയാണോ ഞാൻ ചെയ്യേണ്ടത്, അല്ല സ്ഥിരമായിട്ട് ഡോക്ടറെ അടുത്ത് വരണോ, എങ്ങനെയാണ് അതിനെ ആയുർവേദം നോക്കുന്നത്? കുറച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സിംറ്റമാറ്റിക് ആയിട്ടുള്ള കുറേ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിനുള്ള ഈ ഉത്കണ്ഠ, ആകാംക്ഷ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഒരുപാട് ഔഷധങ്ങൾ അകത്തോട്ട് കഴിക്കാനുണ്ട്. അതുപോലെ തന്നെ തക്രധാര, ശിരോധാര പോലത്തെയൊക്കെ മനസ്സിനൊക്കെ ഒന്ന് കുളിർമ നൽകുന്നതും അവരുടെ ടെൻഷനൊക്കെ ഒരു കുറച്ച് കാലത്തേക്കെങ്കിലും ഇതൊക്കെ മറന്നു പോകാനുള്ള കുറച്ച് ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും.